നമസ്തേ, ഞാൻ ഡോക്ടർ അനുശ്രീ ഫ്രം ലീലാജനി ആയുർ കെയർ. ഇന്ന് നമുക്ക് നോക്കാം ഈ പ്രസവാനന്തര ശുശ്രൂഷ എന്താണെന്നുള്ളതിനെ. പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ചികിത്സയാണ് പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റ്സ് എന്നും പറയും. നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഉടനെ തന്നെ ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ ഒരു സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ നമ്മളൊരു 14th to 15th ഡേ ഒക്കെ ആയിരിക്കും ഒരു ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യം കണക്കിലാക്കി അവരുടെ ശരീരത്തിൻ്റെ രീതിക്കനുസരിച്ചായിരിക്കും നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. വിവിധ തരം ട്രീറ്റ്മെൻറ്റാണ് ഇതിലേക്കുള്ളത്. പക്ഷേ വ്യക്തിയുടെ ആരോഗ്യം നോക്കിയായിരിക്കും നമ്മളത് സെലക്ട് ചെയ്യുന്നത്. പ്രസവാനന്തര കാലം എന്ന് പറയുന്നത് ഏകദേശം 3 മാസക്കാലമായിട്ടാണ് ആയുർവേദം പറയുന്നത്. അതുമാത്രമല്ല, നമുക്ക് നെക്സ്റ്റ് മെൻസ്ട്രേഷൻ എന്നാണ് വരുന്നത് അതുവരെയും പ്രസവാനന്തര കാലമെന്ന് പറയുന്നുണ്ട്. ഇതിൽ മെയിൻലി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അഭ്യംഗ, അതായത് മസാജാണ്. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള കിഴികളുണ്ട്. അതായത് പൊടിക്കിഴി വരുന്നുണ്ട്, നാരങ്ങാക്കിഴി, ഇലക്കിഴി, ഞവരക്കിഴി തുടങ്ങിയത്. സാധാരണ രീതിയിൽ പ്രസവം കഴിഞ്ഞിട്ട് ഒരുപാട് പാടുകളും കലകളും ഒക്കെ കാണും സ്കിന്നിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫേസിനൊക്കെ ഫേസ് പാക്ക്, ഫേസ് മസാജ്, ഹെഡ് മസാജ് ഒക്കെ നമ്മൾ ഈ സമയത്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നാണ് വേദവെള്ളം പിടിക്കുന്നത്. ചിലർക്കൊക്കെ തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാധനമാണ് ഈ വേദവെള്ളം. അത് പണ്ട് കാലത്ത് അശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഹീറ്റ് അല്ലായിരിക്കാം പണ്ട് കാലത്തൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന ചൂട് കൊണ്ടാണ് വേദവെള്ളം നമ്മൾ കൊടുക്കുന്നത്. പ്രസവാനന്തര ശുശ്രൂഷയുടെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് ബേബി ബാത്ത്. കുട്ടികളുടെ അത് സ്കിൻ ടോണിനനുസരിച്ചിട്ടാണ് നമ്മളവിടെ എണ്ണ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതെല്ലാം ചേർന്നുള്ളൊരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റാണ്. 3 months വരെയോ നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ വരെയോ ഒക്കെ തന്നെ നമ്മളിത് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 21 daysനുള്ളിലൊക്കെ ട്രീറ്റ്മെൻറ്റ് തീർക്കാവുന്നതാണ്. പക്ഷേ അതിനുശേഷവും നമ്മൾ ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് കഴിക്കണം. അതിനോടൊപ്പം എക്സസൈസ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് എല്ലാം നമ്മൾ കണക്കാക്കിയാൽ മാത്രമേ ഒരു നല്ല പ്രസവാനന്തരം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് ആണോ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ കൊടുക്കുന്നത്, അതിൻ്റെ ഇരട്ടി ഇമ്പോർട്ടൻസ് നമ്മൾ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും ആ ഒരു ടൈമിനും നമ്മൾ കൊടുക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് തൻ്റെ ആരോഗ്യം ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഒരു ടൈമാണ് പ്രസവാനന്തരം. സോ നമ്മൾ ചെയ്യുന്ന ഓരോ ട്രീറ്റ്മെൻറ്റും നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ട ഒന്നാണ് പ്രസവാനന്തര ചികിത്സകൾ.